नारी शक्ति को भागीदारी दिलाने की लड़ाई दशकों से चल रही है। वर्षों से मैं भी इसके लिए प्रयास करने वालों में से एक हूं। कितनी ही महिलाएं ये विषय मेरे सामने उठाती रही हैं, कितनी ही बहनों ने പത്ര के द्वारा നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജേഷ് ജി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജനങ്ങളോട് സംവദിച്ചു. വളരെ വികാരഭരിതനായി അദ്ദേഹം പറയുന്നു, ഭ്രൂണഹത്യയ്ക്ക് തുല്യമായ പാപമാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. വളരെ ഈ പറഞ്ഞ പോലെ വൈകാരികമായി അദ്ദേഹം തൻ്റെ ആ ഒരു വികാര വിക്ഷോഭങ്ങൾ മുഴുവനും ഈ ബില്ലിനെ ഇത് പാസ്സാക്കാത്തതിലല്ല. വാസ്തവത്തിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് ബില്ല് പാസ്സായില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ 2/3 ഭൂരിപക്ഷം ഇല്ലാതെ ഈ ഭരണഘടനാ ഭേദഗതി സാധ്യമാക്കാതെ ഈ ബില്ലിനെ മരവിപ്പിച്ച് കളഞ്ഞു. അതാണ് ആ ബില്ല് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചു കളഞ്ഞു. കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന ബില്ല്, കോൺഗ്രസിൻ്റെ തന്നെ കുഞ്ഞ്, അത് ഗർഭത്തിലെ അതിനെ എന്താ പറയുക നശിപ്പിച്ച് കളഞ്ഞു. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. എന്താണ് പ്രധാനമന്ത്രി ഇത്ര വികാരപരമായിട്ട് ഇങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള കാരണം എന്താണ്? ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കാൻ പറ്റാതെ പരാജയപ്പെടുമ്പോൾ രാജ്യത്തിന്റെ ഇങ്ങനെ കിട്ടാതെ അല്ലെങ്കിൽ മറ്റേത് ബില്ല് പാസ്സാകാതെ വന്നാലും ഇത്തരം ഒരു വികാര പ്രകടനം കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് കാർഷിക ബില്ലെല്ലാം കൊണ്ടുവരികയും അത് പാസ്സാക്കാൻ ശ്രമിക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ പ്രക്ഷോഭവും ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് BJP ഒരു നയപരമായ സമീപനം സ്വീകരിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല. പ്രധാനമന്ത്രി പറയുന്നത് ഈ ഭ്രൂണഹത്യ എന്ന് വനിതകളുടെ ഭ്രൂണഹത്യയാണ് പ്രതിപക്ഷം നടത്തിയെന്ന് പറയുമ്പോൾ ഈ മണ്ടന്മാരായ പ്രതിപക്ഷം അതിൻ്റെ സാങ്കേതിക ടൈം തേടുകയാണ്. അൺപാർലമെന്ററി ആണോ പ്രധാനമന്ത്രി? പാർലമെന്റ് അങ്ങനെ പറയാൻ പാടുണ്ട്. പക്ഷെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? പ്രധാനമന്ത്രി രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന വനിതകളോട് ക്ഷമാപണം നടത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷം പ്രധാനമന്ത്രിയെ കൊണ്ട് ക്ഷമാപണം നടത്തിച്ചു. പക്ഷേ അതിനുള്ള മര്യാദ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ബില്ല് 2/3 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാകാതെ വന്നപ്പോൾ, ഭരണഘടനാ ഭേദഗതി സാധ്യമാകാതെ വന്നപ്പോൾ അദ്ദേഹം നേരെ പോയി വനിതകൾക്ക് മുന്നിൽ മാപ്പപേക്ഷിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്കിത് ഈ ബില്ല് പാർലമെൻറ്റിൽ വിജയിപ്പിച്ച് എനിക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നാരീശക്തിയെ ഉണർത്തി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വലിയ വിസ്ഫോടനം സൃഷ്ടിക്കാൻ ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വരുന്നത് സത്യത്തിൽ വാസ്തവത്തിൽ അത് കോൺഗ്രസ് അതിനെ വളരെ ഭയക്കണം. അതൊരു മാരകമായ ഒരു ബ്രഹ്മാസ്ത്രമാണ് മോദി പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം അത് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും മുച്ചൂട് മുടിക്കുന്ന തരത്തിലുള്ള ഒരു ആയുധമാണ് അദ്ദേഹം ഇപ്പോൾ ഇവർക്ക് നേരെ വിന്യസിച്ചിരിക്കുന്നത്. അത് വലിയ പരിക്ക് കോൺഗ്രസിന് ഉണ്ടാക്കും എന്ന് നമുക്ക് ഇന്നലെ രാത്രിയും ഇന്ന് നേരം വെളുത്തതിന് ശേഷവും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ വിവിധ പ്രതിപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് വളരെ എന്താ പറയുക ന്യായീകരണങ്ങൾ, അതായത് ഞങ്ങൾ വനിതാ സംവരണ ബില്ലിനെതിരല്ല, ഈ പാർലമെന്റ് പിടിച്ചെടുക്കാനുള്ള മോദിയുടെ കുൽസിത ശ്രമം ഞങ്ങൾ അതിനെയാണ് എതിർത്തത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുകയാണ് കോൺഗ്രസ്സുകാർ. നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നോക്കിയാൽ മനസ്സിലാവും കോൺഗ്രസ്സിന് അബദ്ധം മനസ്സിലായി. കോൺഗ്രസ് വിചാരിച്ചില്ല ഇത്രയും വലിയ മാരകമായ ഒരു തിരിച്ചടി അതിനുള്ളിൽ. ഇതിനിപ്പം പാർലമെന്റ് പിടിച്ചെടുക്കാൻ ഇതേവരെ കഴിഞ്ഞ 3 ടൈമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും പാർലമെന്റ് അവരുടെ കയ്യിലാണ്. ഇനിയിപ്പോൾ ഈ പ്രതിപക്ഷം ഇനി എന്ത് പറഞ്ഞാലും, ഇനിയിപ്പോൾ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിൽ ഏതൊക്കെ പുതിയ കക്ഷികൾ വന്നാലും ശരി തന്നെയാണ്, ഇവർ അചഞ്ചലരാണ്. പക്ഷേ ഇവർ കാണിച്ചത് പ്രതിപക്ഷത്തിന്റെ സ്വാർത്ഥ രാഷ്ട്രീയം എന്നാണ്. സ്വാർത്ഥ രാഷ്ട്രീയം മാത്രമല്ല രാജേഷ് ജി, അതിനകത്തൊരു വലിയ മണ്ടത്തരമുണ്ട്. എന്താ കാര്യമെന്ന് ഞാൻ പറയാം. 99 സീറ്റ് നേടി കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനം തിരിച്ചു പിടിച്ചു. 242 സീറ്റിൽ BJPയെ ഒതുക്കി, 240 സീറ്റിൽ BJPയെ ഒതുക്കി. ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദി പോലും വാരണാസിയിൽ
നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ 2 ലക്ഷം വോട്ടിന് പുറകിലാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് കോൺഗ്രസ് വിചാരിച്ചു ഇത് തന്നെ അവസരം, അടുത്ത ഭരണം നമുക്ക് തന്നെ എന്നാണ്. ഇപ്പോൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ചില മാറ്റങ്ങൾ, BJPക്ക് ഉണ്ടായ ഒരു ഇടിവ്, കോൺഗ്രസിനുണ്ടായ ഒരു ഉണർവ്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോൾ കോൺഗ്രസ് പൊതുവെ, പ്രത്യേകിച്ചും രാഹുലിന് രാഷ്ട്രീയം അറിയത്തുമില്ല, അത് വഴങ്ങുന്നുമില്ല. അതാണ് രാഹുൽ ഇന്ത്യ സഖ്യത്തിന്റെ അകത്ത് നിന്ന് പെട്ടുപോയത്. പക്ഷേ ഇന്ത്യ സഖ്യം എന്തായിരുന്നു? ഈ എതിർ ധ്രുവങ്ങളിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയൊരു 5-6 പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അതിലേക്ക് വരാം. അത് എനിക്ക് പറയാനുണ്ട്. ഈ ബില്ലുമായി ബന്ധപ്പെടുത്തി അതിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാനുണ്ട്. പക്ഷെ ഇവിടെ കോൺഗ്രസ് ഇങ്ങനെയെല്ലാം ഉള്ള ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ അടുത്ത പ്രധാനമന്ത്രി ഞാൻ തന്നെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, തൊട്ടു പുറകെ മഹാരാഷ്ട്ര വന്നു, ന്യൂഡൽഹി വന്നു, അതിന് പുറകെ ന്യൂഡൽഹി വന്നു, അതിന് പുറകെ ബീഹാർ വന്നു. എന്തായി? ഈ 4 സ്ഥലത്തും കോൺഗ്രസ് കച്ചി തൊട്ടു. ബീഹാറിൽ ഇപ്പോൾ BJP മുഖ്യമന്ത്രി, BJPയുടെ മുഖ്യമന്ത്രി വന്നു എന്നല്ല, ഞാൻ അവിടുത്തെ BJPയുടെ വിജയത്തെ അല്ല ഞാൻ കാണുന്നത്. BJPയുടെ വിജയത്തെക്കാൾ കൂടുതൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് മുച്ചൂടും തകർന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ, സഖ്യത്തിലല്ലാതെ മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് അവിടെ 4 സീറ്റ് കിട്ടി നിയമസഭയിൽ. ഇപ്പോൾ ഈ RJDയുമായിട്ട്, RJD അവിടുത്തെ കരുത്തുള്ള ഒരു പാർട്ടിയാണ്, അല്ലാതെ ഒരു ദുർബലമായ പാർട്ടിയല്ല കോൺഗ്രസിനെ പോലെ. കരുത്തുള്ള RJDയുമായിട്ട് ചേർന്ന് മത്സരിച്ചിട്ട് പോലും കോൺഗ്രസിന് അവിടെ കിട്ടിയത് 6 സീറ്റാണ്. ആ 6 MLAമാർ BJP പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഒരുമിച്ച്. അവരെ കാല് പിടിക്കുകയാണ് ഹൈക്കമാൻഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ് വലിയ പ്രതീക്ഷ വച്ചിരുന്നു. ഹരിയാനയിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ കോൺഗ്രസ് മുന്നേറുകയായിരുന്നു. പക്ഷേ പതുക്കെ കോൺഗ്രസ് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. മഹാരാഷ്ട്രയിൽ തുടക്കം തൊട്ട് തന്നെ കോൺഗ്രസ് പുറകിലായിരുന്നു. ഡൽഹിയിൽ കോൺഗ്രസ് ഒരേ ഒരു സീറ്റിലാണ് ലീഡ് ചെയ്തത്, അതും പിന്നീട് നഷ്ടപ്പെട്ടു. അവിടെ ആം ആദ്മി പാർട്ടിയെ, ഇത്രയും നാൾ BJPയെ തോൽപ്പിച്ച ആം ആദ്മി പാർട്ടിയെ വാഴിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കുന്നൊരു കാഴ്ച അവിടെ ഡൽഹിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നാമാവിശേഷമാക്കി, അത് കോൺഗ്രസ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആം ആദ്മി പാർട്ടിയെ സൃഷ്ടിച്ചതും സംഹരിച്ചതും കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ എന്തിനാണ് ഡൽഹിയിൽ BJP വരരുത്, BJP എതിർക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നൊരു ഒരു പരീക്ഷണമായിരുന്നു. അതെല്ലാം രാഷ്ട്രീയമാണ്. അതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. ഞാൻ അതിനകത്തൊന്നും തെറ്റു പറയുന്നില്ല. കോൺഗ്രസിന് നേരിട്ട് എതിർക്കാൻ പറ്റാതെ ആകുമ്പോൾ അവർ, അങ്ങനെയാണല്ലോ കർണനെ വീഴ്ത്താൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മുന്നിൽ ഘടോൽക്കജനെ നിർത്തുകയായിരുന്നു. ഘടോൽക്കജനെ കുരുതി കൊടുത്തുകൊണ്ടാണ്. സത്യത്തിൽ അതൊരു നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ മാനുഷികമായിട്ട് നമുക്ക് വലിയ സങ്കടവും വിഷമവും ഒക്കെ തോന്നും. വലിയൊരു പോരാളിയെ ഈ കർണൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്ത്, കാരണം കൗരവർക്ക് അത്ര നാശം ഉണ്ടാക്കിയ ആളാണ് ഘടോൽക്കജൻ, ഭീമൻ്റെ പുത്രനാണ്. ആ ഘടോൽക്കജനെ അവസാനം കർണൻ അർജുനനെതിരെ പ്രയോഗിക്കാൻ വെച്ചിരുന്ന ഒരു വേലെടുത്ത് പ്രയോഗിച്ച് വീഴ്ത്തുകയായിരുന്നു. പക്ഷെ അത് യുദ്ധതന്ത്രമാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ആരെയും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അവിടെ ആത്യന്തികമായി ആരാണോ വിജയിച്ചത് അവരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പറഞ്ഞതുപോലെ ഇവിടെ കോൺഗ്രസ്സിന് അപകടം മനസ്സിലായി. ഈ വനിതാ സംവരണ ബില്ല് ബൂമറാങ്ങാണ്, ഇത് തിരിഞ്ഞുകുത്തും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി വളരെ വികാരപരമായി മേരെ മാതായും ബഹനവും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ കോൺഗ്രസ് വിചാരിച്ചില്ല ഇത്രയും, കാരണം BJPക്കുള്ളിൽ ഇതിന് ഇത്രയും വൈകാരികമായ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ അത് തിരിച്ചറിയാനും മുൻകൂട്ടി കാണാനും ആ ക്രാന്തദർശിത്വമുള്ള നേതാക്കൾ ഇന്നില്ല. AK ആന്റണിയെ പോലെയുള്ളവർ ഡൽഹിയിലില്ല. അതൊരു കുറവാണ്. അതായത് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ അവിടെ ഇല്ല. ഉള്ളവരെല്ലാം രാഹുൽ ഗാന്ധി വെറുപ്പിച്ചു. വീട്ടിലിരിക്കുകയാണ്. അഹമ്മദ് പട്ടേൽ മരിച്ചുപോയി. അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് BJP ഭയക്കണം. കാരണം അവർക്ക് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. അവർ എന്താ പറയുക, അവർ നേടിയ അറിവും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് BJPയെ വെള്ളം കുടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ BJPയും തിരിച്ചു വെള്ളം കുടിപ്പിക്കുകയാണ്. BJPയിൽ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളുണ്ട്. നമ്മൾ കേവലം ഒരു മോദിയെയും അമിത്ഷായെയും മാത്രമല്ലേ കാണുന്നുള്ളൂ. അതിന് പുറകിൽ ഒരു വമ്പൻ ടീമുണ്ടെന്നേ. ആ ടീം
24 മണിക്കൂറും 365 ദിവസവും ഇതല്ലാതെ അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇതൊരു വലിയ സുനാമി അടിക്കുന്ന പോലെ. രാഹുൽ ഗാന്ധിക്ക് പിന്നെ വമ്പൻ ടീമുണ്ട്, PR ടീമാണെന്നേ ഉള്ളൂ. PR ടീം, അത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത, ഇന്ത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു PR ടീം. അതാണ്. മറ്റത് അങ്ങനെയല്ല. താഴെ തട്ടിലെ രാഷ്ട്രീയം പയറ്റി പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും എന്താ പറയുക, ഈ ബൂത്ത് ലെവൽ വെരിഫിക്കേഷൻ നടത്തിയും ഒക്കെ കയറി വന്ന ആൾക്കാരാണ് മോദിയും അമിത്ഷായും അവരുടെ കൂടെ ഉള്ളത്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവരുടെ ആശകൾ എന്താണ്, അവരുടെ പ്രതീക്ഷകൾ എന്താണ്, അത് അറിഞ്ഞു കയറി വരുന്നവരായിരിക്കണം. അത് അറിഞ്ഞു കയറി വന്ന ആൾക്കാരാണ് കോൺഗ്രസിലെ AK ആന്റണിയും ഗുലാം നബി ആസാദും ഉമ്മൻചാണ്ടിയും ഒക്കെ. അതുകൊണ്ടാണ് അത് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഇന്നും കേരളത്തിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത്. അത് ഇനിയും അറിയാത്തത് കൊണ്ട് രാഹുൽ ഗാന്ധി വെക്കേഷൻ വരുമ്പോൾ ഈ മനസമാധാനത്തിനായിട്ട് പലയിടത്തേക്ക് പോകുന്നു. അല്ല, അതെ, ഞാൻ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അത് അറിയാത്തോണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് മേലെ ഇരുന്ന് താഴേക്ക് നോക്കുന്നതും താഴെ നിന്ന് മേലേക്ക് നോക്കി കയറിയിരുന്ന വ്യത്യാസമുണ്ട്. ഞാനത് വ്യക്തിപരമായ ചില പരാമർശങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, രാഹുൽ ഗാന്ധി ശരിയാണ്, ഒരു ആത്മസംതൃപ്തിക്ക് അല്ലെങ്കിൽ മനസമാധാനത്തിന് പരിധിക്കുള്ളിൽ അത് ഏകാഗ്രതയ്ക്ക് വേണ്ടി അദ്ദേഹം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒന്നിന്നും ഒരു പ്രതിസന്ധിയെയും ഒരു വെല്ലുവിളിയെയും ഭയപ്പെട്ട് ഒളിച്ചോടരുത്. അതിനെ ധീരമായി നേരിടുന്നവനാണ് വിജയിക്കുന്നത്. ഒരിക്കലും അവൻ പരാജയത്തെ അംഗീകരിക്കില്ല. അവൻ തീർച്ചയായിട്ടും വിജയത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു ദാഹമില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വനിതാ സംവരണ ബില്ലാണ് വിഷയം. ഇനി നമ്മൾ നേരത്തെ രാജേഷ് ജി ചൂണ്ടിക്കാണിച്ച ഇന്ത്യ മുന്നണിക്ക് ഉള്ളിലെ വിഷയം. ഈ ഇന്ത്യ മുന്നണിക്ക് ഉള്ളിൽ ഈ പറയുന്നത് പോലെ ഘടകകക്ഷികൾ തമ്മിൽ അത്ര സ്നേഹത്തിലാണോ? കയ്യൂക്കുള്ളതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവായത്. കയ്യൂക്കുള്ളത് കൊണ്ട് പ്രതിപക്ഷ നേതാവായെങ്കിൽ അഖിലേഷ് എന്താ പറഞ്ഞ, എടോ താൻ എൻ്റെ ചെലവിലാണ് ജയിച്ചിരിക്കുന്നത്, എൻ്റെ തോള കയറി നിന്നാ താൻ ജയിച്ചത്, താൻ കൂടുതലും മിടുക്കൊന്നും കാണിക്കണ്ട. ഇത് തന്നെയാണ് മമതയും പറഞ്ഞത്. ഇത് തന്നെയാണ് മമതയും പറയുന്നത്. ഇത് തന്നെയാണ് സ്റ്റാലിനും പറയുന്നത്. അപ്പോൾ സ്റ്റാലിനും മമതയ്ക്കും അഖിലേഷിനും ഒരു പൊതു ശത്രുവിനെ നേരിടാനുള്ള ഉപകരണം മാത്രമാണ് ഈ കോൺഗ്രസ്. പക്ഷേ ഈ സ്റ്റാലിനും മമതയ്ക്ക് ഇപ്പൊ പണി കിട്ടാൻ പോവുകയാണ്. അല്ല, ഈ കോൺഗ്രസ് അന്ധമായ കോൺഗ്രസ് സ്നേഹത്തിന്റെ പേരിൽ അകത്തൂടെയുള്ള അന്ധമായ കോൺഗ്രസ് നയം എന്നുള്ളതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപാട് മാറ്റങ്ങൾക്ക് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സ് അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ബാഹ്യവും ആഭ്യന്തരവുമായ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, BJPയുടെ വളർച്ച, കോൺഗ്രസിൻ്റെ തളർച്ച, ഒരു വശത്ത് RSSൻ്റെ ഈ പിന്തുണ, ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പ്രാദേശികവാദം നമുക്ക്, അതായത് 90കളിൽ പ്രത്യേകിച്ചും രാജീവ് ഗാന്ധി അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രാദേശികവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായി. 80കളുടെ അവസാനം 89 മുതൽ പ്രാദേശികവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായി. ആ പ്രാദേശികവാദം വന്നത് ജനതാദളിലൂടെയാണ്. ആ ജനതാദള് പിന്നെ പല കഷ്ണങ്ങളായിട്ട് മാറി ഓരോരോ സംസ്ഥാനങ്ങളിൽ ഓരോരോ നേതാക്കളുടെ കീഴിൽ ഈ പറഞ്ഞതുപോലെ പ്രാദേശിക ഭാഷ, സംസ്കാര വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വളരാൻ തുടങ്ങി. ആ വളർച്ച ശരിക്കും 2014 അവസാനിച്ചു. പിന്നെ അവരുടെ തളർച്ചയാണ്. ഇന്നിപ്പോൾ അഖിലേഷ് യാദവും മമതയും സ്റ്റാലിനും എല്ലാം നേരത്തെ നമ്മൾ പറയാറുണ്ടല്ലോ, വടി വെട്ടി ചീകി വൃത്തിയാക്കി നല്ല ഉറപ്പുള്ളതാക്കിയിട്ട് കൊടുത്തിട്ട് പറയണം, എന്നെ അടിച്ചോ, ഞാൻ മുതുക് കാണിച്ചു കൊടുക്കുക, എന്നെ അടിച്ചോ എന്നാണ്. ഇതാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവർക്ക് അതാണ് ഇത്. അതായത് BJP ശരിക്കും ചെകുത്താനും കടലിനും ഇടയ്ക്കാക്കി ഇവരെ. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലായി. ഈ ബില്ല് പാസ്സാക്കാനും വയ്യ, പാസ്സാക്കാതിരിക്കാനും വയ്യ. പാസ്സാക്കിയാൽ ഇത് ഈ പറയുന്നത് പോലെ 850 സീറ്റിലേക്ക് പോകും. അതിൽ 33% വനിതാ സംവരണം നടപ്പാകും. ഇത് കോൺഗ്രസ്സിനോ ഈ പ്രാദേശിക പാർട്ടികൾക്കോ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. BJP ഇത് നടപ്പാക്കി എന്നുള്ളൊരു വലിയ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങും. ആ പ്രചാരണത്തിൽ ജനങ്ങൾ BJPക്ക് വലിയ മാൻഡേറ്റ് കൊടുക്കും. ഇതാണ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം. നമ്മൾ കുറച്ച് പഴയ ഒരു 10, 30, 35 കൊല്ലം നമുക്ക് പുറകിലേക്ക് പോവാം. 89 VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നു അല്ലേ? ഹിന്ദുക്കളിലെ പിന്നാക്ക ജാതിക്കാരുടെ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട്
ഈ ഹിന്ദു ഐക്യം തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അതെന്നുള്ളത് വ്യക്തമാണ്. ജാതി പറഞ്ഞ് ഹിന്ദുക്കളെ തമ്മിൽ തല്ലിപ്പിക്കുക, അതായിരുന്നു വി പി സിംഗിൻ്റെ ഉദ്ദേശം. ഈ മണ്ഡൽ കമ്മീഷൻ വരുന്നതിന് മുമ്പ് അയോധ്യ രാമജന്മഭൂമി ബാബറി മസ്ജിദ് എന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനുശേഷമാണ് കേട്ടിട്ടില്ല. അന്നതൊരു സിവിൽ കേസാണ്. ഒരു കോടതിയിൽ സിവിൽ തർക്കം നിലനിൽക്കുകയാണ്, ഭൂമി സംബന്ധമായൊരു തർക്കം നിലനിൽക്കുകയാണ്. ഈ മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്ന് ബി ജെ പിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ബി ജെ പി വളർന്നു. കേവലം 2 സീറ്റിൽ നിന്നാണ് 84 സീറ്റിലേക്ക് ബി ജെ പി എത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ അന്ന് ഈ മണ്ഡൽ കമ്മീഷനെ പ്രതിരോധിക്കാൻ ബി ജെ പിയുടെ മുന്നിൽ മറ്റു വഴികളില്ല. ബി ജെ പി വളരെ കൃത്യമായിട്ട് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുത്തു. അതുവരെ കേവലം ഹിന്ദു സംഘടനകളും മുസ്ലിം സംഘടനകളും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ, ഒരു സ്വത്ത് തർക്കത്തെ അല്ലെങ്കിൽ ഭൂമി തർക്കത്തെ, ഒരു സിവിൽ കേസിനെ രാജ്യവ്യാപക പ്രക്ഷോഭമാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തോടെ നമ്മൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യം. വ്യക്തിപരമായിട്ട് ചിലപ്പോൾ എനിക്ക് അതിനോട് യോജിപ്പ് കാണും, ചിലപ്പോൾ ഞാൻ വിയോജിക്കുന്നുണ്ടാകാം, അത് മറ്റൊരു വിഷയം. അവർ കിട്ടിയ അവസരത്തെ, അതായത് അവരെ അതുവരെ ഉപയോഗിക്കാതിരുന്ന ഒരു കാർഡ്, അവരുടെ ആവനാഴിയിൽ ഉണ്ടായിരുന്ന ഒരു അസ്ത്രം, അത് വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണൻ അർജുനനെതിരെ പ്രയോഗിക്കാൻ വെച്ചിരുന്ന ആ വേല്, ഒരു ദിവ്യാസ്ത്രം എടുത്ത് ഘടോത്കചനെതിരെ പ്രയോഗിച്ചു. അതുപോലെയാണ് അന്ന് ബി ജെ പി രാഷ്ട്രീയം കളിച്ച്. ഇത് കൃത്യമായിട്ട് കോൺഗ്രസും ബി ജെ പിയും കൃത്യമായി കളിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വളരെ രസകരമായി പഠിക്കേണ്ട വിഷയമാണിത്. ആ രാഷ്ട്രീയം ഇന്നിപ്പോൾ തിരിച്ചു കളിക്കാൻ കോൺഗ്രസ്സിന് പറ്റുന്നില്ല. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ്, കോൺഗ്രസിൻ്റെ വീഴ്ചയാണ്, അവരുടെ പരാജയമാണ്. അതിന് നിങ്ങൾ ബി ജെ പിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മോദിയെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ പറ്റിയ കരുക്കളോ നേതാക്കളോ ഒന്നും നിങ്ങളെ കൂടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു AK ആൻ്റണിയുടെ അഭാവം ഡൽഹിയിലുണ്ട്, ഒരു ഗുലാം നബി ആസാദിൻ്റെ, ഒരു അഹമ്മദ് പട്ടേലിൻ്റെ, അങ്ങനെ ഇപ്പോൾ ഉള്ളത് ആരൊക്കെയാണ് കോൺഗ്രസ്സിനുണ്ടായിരുന്ന? ഈ പൊട്ടത്തരം പറഞ്ഞ് ചായ വിൽപ്പനക്കാരനെന്ന് ആക്ഷേപിച്ച് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി കസേരയെ കയറ്റിയിരുത്തിയ മണിശങ്കർ അയ്യർ. കാരണം ആ വീണ് കിട്ടിയ അവസരങ്ങളെല്ലാം ഭംഗിയായിട്ട് വിനിയോഗിച്ച ആളാണ് നരേന്ദ്രമോദി. സോണിയ കുടുംബത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്ന്, ഇന്ത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത സോണിയയും മക്കളും, ഇവർക്ക് എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ച് ഭേദം പ്രിയങ്കയാണെന്ന് തോന്നുന്നു. അതും ഇനി എങ്ങനെയാണെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വനിതാ സംവരണ ബില്ലിന്റെ ആഫ്റ്റർ എഫക്ട്സ് ചർച്ച ചെയ്യേണ്ടത്. ഇത് പ്രിയങ്കയ്ക്ക് വിഷമം ഉണ്ടായില്ലേ? അതായത് താനടക്കമുള്ള വനിതകളുടെ ശാക്തീകരണത്തിനായി കൊണ്ടുവന്ന ബില്ല്. ഇതിനകത്ത് വിഷമവും സന്തോഷവും അല്ല രാജേഷ് ജി. ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആരാണ് വിജയി എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, വലിയ വിജയാഹ്ലാദം തുടങ്ങി വെച്ച കോൺഗ്രസ് എന്തുകൊണ്ട് പെട്ടെന്ന് പിന്നിലേക്ക് പോയി? വനിതാ സംവരണ ബിൽ പാസ്സായില്ല, അല്ലെങ്കിൽ മോദിയെ ഞങ്ങൾ പരാജയപ്പെടുത്തി, മോദി തോറ്റു, ഡൽഹിയിൽ നിന്ന് ചൂലുമായി നിൽപ്പുണ്ട് വനിതകൾ എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയ ഡൽഹിയിൽ പല കേന്ദ്രങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ രാഹുലിനടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. ഈ സഖ്യകക്ഷികളും എന്തുകൊണ്ട് ആഘോഷം മതിയാക്കി? ഇതുകൊണ്ടാണ് വനിതകളുടെ ആണ് എന്ന് അവർക്ക് മനസ്സിലായി. അത് കേവലം വനിതാ സംവരണത്തിൽ മാത്രമല്ല, സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമല്ല, പാർലമെന്റിലെ മൊത്തം പെർഫോമൻസ്. അതായത് KC വേണുഗോപാൽ എണീറ്റ് ചോദിക്കുന്നു, 50%, ഇപ്പോഴുള്ള സീറ്റിന്റെ 50% വെച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ആനുപാതികമായി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിന് ഭരണഘടനാ ഭേദഗതി നിങ്ങൾ ചെയ്യുമോ? അമിത്ഷാ ഉടനെ, അതായത് ദ്രുതഗതിയിലാണ് ഉത്തരം വരുന്നത്, ഞങ്ങൾ തയ്യാറാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, അതിന് നിയമനിർമ്മാണത്തിന് ഞങ്ങൾ തയ്യാറാണ്. അതും പൊളിഞ്ഞു. അതായത് കോൺഗ്രസിന് BJPയെ പൂട്ടാൻ സാധിച്ചില്ല. BJPയെ ഇടവും വലവും വിടാതെ BJPയെ എന്താ പറയുക, ഒരു കുടുക്കിനകത്ത് പെടുത്തി ശ്വാസം മുട്ടിക്കാനുള്ള തന്ത്രങ്ങൾ കോൺഗ്രസിന് കൈമോശം വന്നിരിക്കുന്നു, കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. വെറും ടെക്നിക്കലാണ് ബില്ല് പാസ്സാകാത്തത്. അല്ല, അത് ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ. നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ചർച്ചകളിലും ഞാൻ പറഞ്ഞു, ഇത് കണക്കിലെ കളിയാണ്. ബില്ല് പാസ്സായി, BJPക്ക് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഈ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭരണഘടനാ ഭേദഗതിയോടുകൂടി BJP ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ, അത് BJPയുടെ രാഷ്ട്രീയമാണ്. BJPക്ക് അതിനുള്ള കഴിവുണ്ട്, BJPക്ക് അതിനുള്ള ശക്തിയുണ്ട്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കോൺഗ്രസിന് എന്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല സഭയിൽ ഉൾപ്പെടെ? നോക്കൂ, കേവലം 9 MLA-മാരുമായിട്ട് പ്രതിപക്ഷത്തിരുന്ന K. കരുണാകരൻ കേരള നിയമസഭയിൽ അന്നത്തെ ഭരണകക്ഷിയെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്.
അതാണ് രാഷ്ട്രീയം, അവന്റെ നേതാവിന്റെ അതാണ് ഒരു നേതാവ്, അവനാണ് നേതാവ്. അങ്ങനെ ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിന് ഇല്ല. അത് ഒരു സംസ്ഥാനത്തുമില്ല. ഒരു കോൺഗ്രസ് അത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചില്ല. കോൺഗ്രസ് ഈ പറയുന്നത് പോലെ കേവലം ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ്, ഈ പറയുന്ന പാരമ്പര്യവാദത്തിൽ നെഹ്റു കുടുംബത്തിന്റെ ലെഗസി അതിൽ പിടിച്ചു നിന്നു. എല്ലാ കാലത്തും അത് ഞങ്ങളെ രക്ഷിക്കും, ലെഗസിക്ക് അർഹനാണോ അല്ലേ എന്നുള്ളതാണ് അലഹാബാദ് കോടതിയുടെ. അത് അർഹനാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ രാജേഷ് ജി ഞാൻ പറയുന്നത് ജനം അതിനെ തിരസ്കരിച്ചിരിക്കുന്നു. ജനങ്ങൾക്കത് വേണ്ട. ഇനി കോൺഗ്രസ് മാറണം. കോൺഗ്രസ് മാറിയാലേ അവർക്ക് രക്ഷയുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായിട്ട് ഇന്ത്യയിലൊരു നല്ല പ്രതിപക്ഷം ഉണ്ടാകണം. ഒരു പ്രതിപക്ഷമില്ലാത്ത ജനാധിപത്യ ഭരണ സംവിധാനം പരാജയമാണ്. ഒരിക്കലും അത് ആ ഭരണകക്ഷിയെ ഫാസിസത്തിലേക്ക് കൊണ്ടുപോകും, ആ ഭരണകക്ഷിയെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകും, ആ വരുന്ന ഭരണാധികാരിയെ എന്താ പറയുക സർവശക്തനും ഈ പറയുന്ന ഒരു ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത അനിഷേധ്യമായൊരു ശക്തിയുമാക്കി മാറ്റും. അത് രാഷ്ട്രത്തിന് ആപത്താണ്. അതൊരിക്കലും സംഭവിക്കരുത്. അത് തീർച്ചയായിട്ടും ഒരു ശക്തമായ പ്രതിപക്ഷം വേണം. തിരുത്തലുകൾ ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ആർക്കും പിഴവുകൾ പറ്റാം. ആ പിഴവുകളെ തിരുത്തുന്ന ഒരു ശക്തിയായിട്ട് വേണം പ്രതിപക്ഷം എല്ലായ്പ്പോഴും നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടത്. ആ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരുന്നാലും BJP ഇരുന്നാലും സംഭവിക്കേണ്ടത് അതാണ്. അതിന് പകരം ഈ വൃത്തികെട്ട ചീപ്പ് പൊളിറ്റിക്സ് കളിച്ച് പൊറാട്ട് നാടകം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ല വേണ്ടത്. ജനങ്ങൾ വിഡ്ഢികളല്ല, അവർ കഴുതകളല്ല. അവർ ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെയും മര്യാദ പഠിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടി ഏതാണെങ്കിലും അവർക്ക് കുഴലൂതുന്ന മാധ്യമങ്ങൾ, അതും പറയാതിരിക്കാൻ നിർവാഹമില്ല, അവർക്ക് കുഴലൂതുന്ന മാധ്യമങ്ങൾ ഇന്ന് തൊട്ട് ചർച്ച തിരിച്ചായി. കാരണം അവർക്ക് ട്രെൻഡ് മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ അതിശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ നോക്കുമ്പോൾ ചാനലുകൾ നേരെ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. അവർ ആരാണ് യഥാർത്ഥത്തിൽ തോറ്റത്? ഇന്നലെ വരെ മോദി തോറ്റു എന്ന് അലറി വിളിച്ചിരുന്ന മാപ്രകൾ ഇന്ന് രാവിലെ പ്ലേറ്റ് മാറ്റി. ആരാണ് യഥാർത്ഥത്തിൽ തോറ്റത്? തോൽവി ആർക്കാണ് സംഭവിച്ചത്? നോക്കൂ, എത്ര പെട്ടെന്നാണ്, മണിക്കൂറുകൾ കൊണ്ടാണ് കാറ്റ് മാറി വീശിയത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ചിന്തിക്കണം. KC വേണുഗോപാലിനെയൊക്കെ പോലെയുള്ള നല്ല രാഷ്ട്രീയക്കാരാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വലിയ ബഹുമാനം തോന്നുന്നു. കാരണം പല കാര്യങ്ങളിലും അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയക്കാരനാണ്, നല്ല പോരാളിയാണ്. അദ്ദേഹം മോശപ്പെട്ട ആളൊന്നും അല്ല. അങ്ങനെയൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഇവരിപ്പോൾ കേരളത്തിലുള്ളവരായതുകൊണ്ട് ഞാൻ അവരെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന് നല്ല നേതാക്കളുണ്ട്. പക്ഷേ കോൺഗ്രസ് ആലോചിക്കണം. നിങ്ങൾ ഈ മോദി വിരോധവും ഈ പറയുന്ന തരത്തിലുള്ള അന്ധമായ BJP വിരോധവും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രത്തെ നോക്കൂ. അന്ന് ആ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഞാൻ ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് പറഞ്ഞതാണ് എനിക്ക് വലിയ ബഹുമാനം തോന്നി അദ്ദേഹത്തോട്. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു സിമ്പിളായ കാര്യമാണ്. നരേന്ദ്രമോദി എന്താണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ചെയ്തത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉള്ളത് കോൺഗ്രസിനാണ്. ഒരു 4 പ്രതിനിധികളെ നിങ്ങൾ തരൂ, 4-5 പ്രതിനിധികളെ തരൂ എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശശി തരൂരുണ്ട്. ഡോക്ടർ ശശി തരൂരാണ് ഇതിനെ മൊത്തം ലീഡ് ചെയ്യേണ്ടത് എന്ന് തീർച്ചയായിട്ടും മനസ്സിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി നിൽക്കുന്നത്. പക്ഷേ ഇത് കൊടുത്തപ്പോൾ ഈ കോൺഗ്രസ്, ഈ രാഹുൽ ഗാന്ധിയുടെ വിവരക്കേട് അവിടെ പ്രവർത്തിച്ചത് ശശി തരൂരിനെ പോലെയുള്ള മികച്ച ആൾക്കാരെ ഒഴിവാക്കി, വാഗ്മികളെ ഒഴിവാക്കി ഏതൊക്കെയോ 4 കോൺഗ്രസ്സുകാരുടെ പേരെഴുതി കൊടുത്തു. നരേന്ദ്രമോദി ആ കടലാസ് വലിച്ചു കയറി ദൂരെ കളഞ്ഞിട്ട് അല്ലാതെ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ 4-5 എടുത്തു. നോക്കൂ, പല്ലും നഖവും ഉപയോഗിച്ച് മോദിയെ ആക്രമിക്കുന്ന ആളാണ് കനിമൊഴി. DMKയുടെ കനിമൊഴി പാർലമെൻറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് നമുക്കറിയാം. അതേ കനിമൊഴിയാണ്, അല്ലെങ്കിൽ അതേ ബ്രിട്ടാസാണ് ഓപ്പറേഷൻ സിന്ദൂരിന് വേണ്ടിയിട്ട് വിദേശ രാജ്യത്ത് പോയി ഏറ്റവും മനോഹരമായി സംസാരിച്ചത്. ഇതാണ് രാഷ്ട്രീയം. ഇത് പണ്ട് കോൺഗ്രസ് ചെയ്തിരുന്നു. UN പ്രതിനിധി സഭയിൽ സംസാരിക്കാൻ നരസിംഹറാവു വിട്ടത് AB വാജ്പേയിയെയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെയാണ് വിട്ടത്. പാകിസ്ഥാൻ അമ്പരന്ന് പോയി. അവർ സമാഹരിച്ച് കൊണ്ടുവന്ന ആയുധങ്ങളെല്ലാം അവിടെ നിഷ്പ്രഭമായി പോയി. അവർ തകർന്നു പോയി. ഹിന്ദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹത്തിന്റെ പ്രസംഗം ഹിന്ദിയിലായിരുന്നു. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ്
അതായത് സർവ്വസന്നാഹങ്ങളുമായിട്ട് വരുന്ന അമേരിക്കയുടെ പിൻബലത്തോടു കൂടി സർവ്വസന്നാഹങ്ങളുമായിട്ട് കാശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാൻ ഒന്നുമല്ല, അമ്പൊഴിഞ്ഞ ആവനാഴി പോലെ ആയിപ്പോയി. അതാണ് രാഷ്ട്രീയം. ആ പൊളിറ്റിക്സ്, ആ നരസിംഹറാവുവിൻ്റെ ആ ക്രാന്തദർശിത്വം, ആ ദീർഘദൃഷ്ടി, അത് ഇന്ന് കോൺഗ്രസ്സിൽ ആർക്കുമില്ല. ഈ പറയുന്ന സോണിയയ്ക്കും മക്കൾക്കും ഒന്നും അത് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ല. ഇത് ദയവ് ചെയ്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ തിരിച്ചറിയൂ. ഇല്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ മാരകമായ ആപത്തുകൾ നിങ്ങൾക്ക് വരും. ഞാൻ തീർത്ത് പറയാം, ഒരു കേസിലും രാഹുൽ ഗാന്ധിയെ BJP പെടുത്തില്ല. രാഹുൽ ഗാന്ധിയെ പരമാവധി സംരക്ഷിക്കും. കാരണം ഈ രാഹുലാണ് BJPയുടെ ഐശ്വര്യം. അതെ, BJP വളർത്തുന്നത് രാഹുലാണ്. സത്യത്തിൽ മോദിയും അമിത്ഷായും അല്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ, നിങ്ങളോട് എനിക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത്, ദയവ് ഇതൊരു നല്ല പ്രതിപക്ഷമായി മാറൂ, ഒരു നല്ല തിരുത്തൽ ശക്തിയായി വളർന്നു വരൂ. നിങ്ങൾക്ക് ഭാവിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഒന്നുമല്ലാതായി പോവും. നിങ്ങളെ പേരിന് പോലും കോൺഗ്രസ് എന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ ഇന്ത്യയിലുണ്ടാകും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.